Hi students, today we can discuss about set transform of infinite duration sequence. Infinite sequences in the set transform അതിൻ്റെ ROC കണ്ടുപിടിക്കാൻ നമുക്ക് ഈ പ്രാവശ്യം. First example, determine the set transform. First question ഇതാണ്, determine the set transform and ROC of a signal x of n equal to a raised to n into u of n. ഇതിനകത്ത് a raised to n എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നും u of n എന്ന് പറയുന്ന സംഭവം എന്താണെന്നും മനസ്സിലാവണം. a raised to എന്ന് പറഞ്ഞാൽ a എന്ന് പറഞ്ഞൊരു ആർബിട്രറി വാല്യൂ വേരിയബിൾ a raised to n ഏത് വാല്യൂ ആവാം. u of n എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എങ്ങനെയായിരുന്നു? u of n is equal to u of n is equal to 1 when n is equal to n greater than or equal to 0. u of n is equal to 0 when n less than 0. ഇതാണ് ആക്ച്വലി u of n ൻ്റെ ഡെഫിനേഷൻ എന്ന് പറയാം. ഇവിടൊക്കെ എന്താണ്? ഇവിടൊക്കെ 0 ആണ്. അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ u of u of n equal to 1 n greater than or equal to 0. u of n is equal to 0 and less than 0. അതാണ് ആക്ച്വലി അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. u of n ൻ്റെ വാല്യൂ 1 ആണ്. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്നാണ് ഇതിന് പറയുക. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ u of n is equal to 1 when n greater than or equal to 0. u of n is equal to 0 when n. അപ്പോൾ u of n ൻ്റെ വാല്യൂ എല്ലാം എന്തായിരിക്കും? ഈ ഏരിയയിലൊക്കെ എന്തായിരിക്കും? 1 ആയിരിക്കും വാല്യൂ. ഇതൊക്കെ അപ് ടു എവിടെ വരെ? പ്ലസ് ഇൻഫിനിറ്റി വരെ 1 ആയിരിക്കും വാല്യൂ. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. എവിടെ? അപ് ടു മൈനസ് ഇൻഫിനിറ്റി വരെ. അപ്പം ഈ സ്റ്റെപ്പ് സിഗ്നൽ ഏതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്? സിഗ്നൽ a of n ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ആ റിസൾട്ടിൻ്റെ എന്താ കാണേണ്ടത് നമുക്ക്? അതിൻ്റെ x of n ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് സെറ്റ് ട്രാൻസ്ഫോം ആണ് കണ്ടല്ലേ. സെറ്റ് ട്രാൻസ്ഫോം ഓഫ് x of n ഈക്വൽ ടു x of z which is equal to sigma n is equal to minus infinity to plus infinity x of n into z raised to minus n. അപ്പം x of z is equal to sigma n is equal to minus infinity to infinity x of n into z raised to minus n. ഇതാണ് ആക്ച്വലി ഡെഫിനേഷൻ തന്നെ. ഇനി x of n എന്താണ്? x of n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ a raised to n into u of n. So which is equal to sigma n equal to minus infinity to plus infinity x of n എന്താ? a raised to n into u of n into z raised to minus n. ഇതാണ് എന്ത്? a of n x of n എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റു z raised to minus n ആണ് ആക്ച്വലി എന്ത്? x of z എന്ന് പറഞ്ഞാൽ. ഇനി a raised to n into u of n എന്നുള്ളതാണ്. അപ്പം ഒരു സിഗ്നലിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് എന്ത് ചെയ്യുന്നില്ല? ആ സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ചേഞ്ച് വരുന്നില്ല അല്ലേ? അപ്പം ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ a of n u of n കൊണ്ട് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ a of n തന്നെ കിട്ടും. a of n തന്നെ കിട്ടും അല്ലേ? സപ്പോസ് a of n എന്ന് പറഞ്ഞ സിഗ്നൽ ഇതാണെന്ന് ആയിരിക്കാം. നമുക്ക് ഡിലീറ്റ് ചെയ്യാം.
a of 0 എന്നുള്ള സിഗ്നലാണെന്നിരിക്കാം. ഇത് എന്താണ്? എ ഓഫ് എൻ ആണ്. ഈ സിഗ്നൽ എ ഓഫ് എന്നും ഇതെന്താണ്? യു ഓഫ് എന്നും ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഇവിടെയൊക്കെ എന്നിൻ്റെ വാല്യൂ ഇത് എൻ ഈക്വൽ ടു എന്താ? എൻ ഈക്വൽ ടു 0 ആണ്. എന്നിൻ്റെ വാല്യൂ 0ക്ക് ശേഷം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് ഈ ഒരു ഹാഫ് സൈക്കിളിൽ എന്നിൻ്റെ വാല്യൂ 0ന് ഗ്രേറ്റർ വാല്യൂ ആവുന്ന സമയത്ത് എ ഓഫ് എൻ ഇൻറ്റു യു ഓഫ് എൻ എന്തായിരിക്കും കിട്ടുക? എ ഓഫ് എൻ തന്നെയായിരിക്കും കിട്ടുക അല്ലേ? കാരണം യു ഓഫ് എന്നിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. 1 കൊണ്ട് ഏത് വാല്യൂനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ തന്നെ കിട്ടുക. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. എ ഓഫ് എന്നിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണോ അത് തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ എ ഓഫ് എന്നെയാണ് യു ഓഫ് എന്നിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. പക്ഷേ എന്നിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, ലെസ് ദാൻ 0 ആണെങ്കിലോ യു ഓഫ് എൻ എന്തായിരിക്കും? ലെസ് ദാൻ 0 ആണെങ്കിൽ യു ഓഫ് എന്നിൻ്റെ വാല്യൂ 0 ആണ് അല്ലേ? ഈ ഏരിയയിൽ യു ഓഫ് എന്നിൻ്റെ വാല്യൂ 0 ആണ്. ഇപ്പോൾ ഒരു സിഗ്നലിനെ യു ഓഫ് എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? നമുക്ക് 0 ആയിരിക്കും കിട്ടുക. അപ്പം എ ഓഫ് എന്നിൻ്റെ എൻ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞ ഭാഗമൊക്കെ എന്തായി മാറും? 0 ആയിട്ട് മാറും. നേരത്തെ എന്ത് വാല്യൂ ഉണ്ടെങ്കിലും അതൊക്കെ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. മനസ്സിലായില്ലേ? അപ്പോൾ എ ഓഫ് എന്നിൻ്റെ എൻ ഗ്രേറ്റർ ദാൻ ഉള്ള വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വാല്യൂ ഒക്കെ എന്തായി മാറും? 0 ആയിട്ട് മാറും. കാരണം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ടാവും. സോ നമുക്ക് ഇതിനെ എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും? ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി മുതൽ നോക്കേണ്ട കാര്യമില്ല. കാരണം മൈനസ് ഇൻഫിനിറ്റി മുതൽ എന്നിൻ്റെ വാല്യൂ 0 വരെ എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് എന്തായി മാറിയിട്ടുണ്ടാകും? 0 ആയിട്ട് മാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്ക് എന്നിൻ്റെ വാല്യൂ എവിടെ മുതൽ നോക്കിയാൽ മതി? ഇനി എൻ ഈക്വൽ ടു 0 മുതൽ നോക്കിയാൽ മതി. 0 ടു ഇൻഫിനിറ്റി എ റേസ് ടു എൻ ഇൻറ്റു യു ഓഫ് എൻ കൊടുക്കണോ? കാരണം യു ഓഫ് എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂ ആയി മാറുന്നത്. അപ്പോൾ ഇതിന് എന്ത് മാത്രം കൊടുത്താൽ മതി? എ ഓഫ് എൻ എന്ന് മാത്രം കൊടുത്താൽ മതി. യു ഓഫ് എൻ എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? എ ഓഫ് എന്നിന് ആയിരിക്കും. ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. എ ഓഫ് എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ എഴുതാൻ പറ്റും. എന്തുകൊണ്ടാണ് എ ഓഫ് എൻ എന്ന് മാത്രം എഴുതുന്നതെന്ന് മനസ്സിലായില്ലേ? 1നെ ഇപ്പോൾ നമ്മളൊരു മൾട്ടിപ്ലൈ ചെയ്യാണ്. 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് എഴുതാം? 3 എഴുതാൻ പറ്റും അല്ലേ? 3 അപ്പോൾ അല്ലെങ്കിൽ എക്സ് ഇൻറ്റു 1 എഴുതിയാൽ എന്ത് എഴുതാൻ പറ്റും? ഈക്വൽ ടു എക്സിന് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാൻ പറ്റുന്നതിന് കാരണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന മാഗ്നിറ്റ്യൂഡ് എന്താണ്? 1 ആണ്. അതുകൊണ്ട് നമുക്ക് 1 കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ എന്ത് കൊടുക്കാൻ പറ്റും? എ റേസ് ടു എൻ ഇൻറ്റു യു ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എൻ തന്നെ എഴുതാൻ പറ്റും. പക്ഷേ യു ഓഫ് എൻ എന്ന് പറഞ്ഞ വാല്യൂവിന് മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അത് എവിടെ മുതൽ എവിടെ വരെ? എന്നിൻ്റെ വാല്യൂ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എന്നിൻ്റെ യു ഓഫ് എന്നിൻ്റെ വാല്യൂ 0 ആണ് വെൻ എൻ ലെസ് ദാൻ 0. ഇപ്പോൾ എൻ ലെസ് ദാൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ ഒക്കെ എന്തായി മാറും? 0 ആയിട്ട് മാറും. ഗ്രേറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലോ അത് എ റേസ് ടു എൻ ആയിട്ട് മാറും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എ റേസ് ടു എൻ എവിടെ മുതൽ എവിടെ വരെ നോക്കിയാൽ മതി? എൻ ഈക്വൽ ടു 0 ടു എൻ ഇൻഫിനിറ്റി വരെ നോക്കിയാൽ മതി. മൈനസ് ഇൻഫിനിറ്റി ടു 0 വരെ വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. എ റേസ് ടു എൻ ഇൻറ്റു യു ഓഫ് എന്നിൻ്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് മാത്രം നോക്കിയാൽ മതി? എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ റേസ് ടു എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ നോക്കിയാൽ മതി. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 0 to infinity a raised to 1 into z raised to minus 1 into all raised to എന്ത് എഴുതാൻ പറ്റും? n എഴുതാൻ പറ്റും അല്ലേ? അങ്ങനെയല്ലേ? x raised to n
ഇൻറ്റു സെഡ് റേസ് ടു എം എന്ന് പറഞ്ഞ സാധനം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അല്ലെങ്കിൽ എക്സ് റേസ് ടു എക്സ് റേസ് ടു എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് റേസ് ടു എൻ എന്നുള്ള സാധനം എക്സ് റേസ് ടു 1 ഇൻറ്റു എക്സ് റേസ് ടു 1 ഓൾ റേസ് ടു എന്ത് എഴുതാൻ പറ്റും? എൻ എഴുതാൻ പറ്റും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് റേസ് ടു എം എൻ എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി എന്താണ്? എക്സ് റേസ് ടു എം ഓൾ റേസ് ടു എൻ എഴുതാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് എ റേസ് ടു എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ എന്നുള്ളത് എങ്ങനെയായിട്ട് മാറും? എ റേസ് ടു 1 ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 1 ഹോൾ റേസ് ടു എൻ എഴുതാൻ പറ്റും. ഹോൾ റേസ് ടു എൻ എഴുതാൻ പറ്റും അല്ലേ? ഇതൊരു ഇൻഫൈനൈറ്റ് സീരീസ് ആണ്. ആൻഡ് വി നോ ദാറ്റ് ദ വാല്യൂ ഓഫ് ദിസ് തിങ് ഈസ്, ഇപ്പം ഇങ്ങനൊരു സാധനം എഴുതുകയാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഇതൊരു ഇൻഫൈനൈറ്റ് സീരീസ് ആണ്. സപ്പോസ് നമുക്കിങ്ങനെ എഴുതുകയാണ്, ഇങ്ങനെ ഒരു ഇൻഫൈനൈറ്റ് സീരീസ് നമ്മൾ ഇപ്പം സിഗ്മ ആർ ഈക്വൽ ടു അല്ല സിഗ്മ എൻ ഈസ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി ആർ റേസ് ടു എൻ എന്ന് എഴുതിയാൽ എങ്ങനെ ശരിക്കും വരാം? 1 പ്ലസ് ആർ റേസ് ടു 1 പ്ലസ് ആർ റേസ് ടു 2 പ്ലസ് ആർ റേസ് ടു 3 പ്ലസ് ഇങ്ങനെ പോലെ, വിച്ച് ഈസ് ഈക്വൽ ടു 1/1 minus r, provided magnitude of r should be less than 1. ഇങ്ങനൊരു മാത്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് സിഗ്മ എൻ ഈസ് ഈക്വൽ ടു എന്നാണ് സിഗ്മ എൻ ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി ആർ റേസ് ടു എൻ ഈക്വൽ ടു, അപ്പോൾ ആദ്യം എന്താ വരും? ആർ റേസ് ടു 0 എന്ന് വരും അല്ലേ? പിന്നെ ആർ റേസ് ടു 1 വരും. ആർ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എനി നമ്പർ റേസ് ടു 0 ഈക്വൽ ടു 1. 1 പ്ലസ് ആർ റേസ് ടു 1, ആർ റേസ് ടു 2, ആർ റേസ് ടു 3, ആർ റേസ് ടു 4 ഇങ്ങനെ വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/1 minus r, 1/1 minus r if the magnitude of r less than 1, equal to 1/1 minus r if r magnitude of r less than 1. സോ ഇതെങ്ങനെ എഴുതാൻ? നമുക്ക് ഈ എൻറ്റയർ ബ്രാക്കറ്റിലെ സാധനത്തിന് നമുക്ക് എന്തായിട്ട് കാണാം? r ആയിട്ട് കാണാം, r റേസ് ടു n ആയിട്ട് കാണാം അല്ലേ? ഇതെന്ത് എഴുതാൻ പറ്റും? 1/1 minus a into z raised to minus 1 എഴുതാം. or it is equal to z by z minus a എന്ന് എഴുതാൻ പറ്റും. z by z minus a എന്ന് എഴുതാൻ പറ്റും. if a into z raised to minus the magnitude of a into z raised to minus 1 less than 1. കുറച്ചും കൂടെ ക്ലാരിറ്റി പറയുകയാണെങ്കിൽ എന്താ എഴുതുക? എ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റും? എ ബൈ സെഡ് എന്ന് എഴുതാൻ പറ്റില്ലേ? magnitude of a by z should be less than 1 എഴുതാൻ പറ്റും. or magnitude of a less than magnitude of z, or we can say that the magnitude of z should be greater than a. The magnitude of z
ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എ. അപ്പം ആർ ഒ സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതാണ് അതിൻ്റെ സെറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു x of z is equal to 1 by 1 minus a into z raised to minus 1, or which is z into z minus a. രണ്ടും സെയിമാ. ഇതാണ് ആൻസർ. ഈ ആർ ഒ സി കാണുമ്പോൾ എന്തായിരിക്കും നമ്മളെ കണ്ടീഷൻസ് എന്തായിരിക്കും? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഷുഡ് ബി ലെസ് ദാൻ z raised to the magnitude of z should be, or magnitude of a z should be, magnitude of z should be greater than a. Magnitude of magnitude of z should be greater than magnitude of a. അല്ല, z should be greater than a. അങ്ങനെയാണ്, അതാണ് അതിൻ്റെ എന്ത് ആർ ഒ സി എന്ന് പറയുന്നത്. z should be greater than a. z should be greater than a. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്ത് സെറ്റ് ആർ ഒ സി എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഒരു റിംഗ് ആണ്, ഒരു ഡിസ്ക് ആണ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് സെറ്റ് പ്ലെയിനകത്താണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? അതിൻ്റെ ആർ ഒ സി വരയ്ക്കുന്നത്. ആർ ഒ സി എന്ന് പറഞ്ഞ സാധനം ഒരു റിങ്ങോ സർക്കിളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ആ സർക്കിൾ എന്ന് പറഞ്ഞ സാധനം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് എ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആർ ഒ സി എന്ന് പറഞ്ഞ സാധനം, ആർ ഒ സി ഷുഡ് ബി, സെറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എ. അപ്പം ഇതിൻ്റെ എക്സ്റ്റീരിയർ പോർഷനിലാണ് എന്ത് ആർ ഒ സി എന്ന് പറഞ്ഞത്. ഈ പിന്നെ എക്സ്റ്റീരിയർ പോർഷൻ മുഴുവൻ എന്തായിരിക്കും? ഈ സർക്കിളിന് വെളിയിലുള്ള പോർഷൻസ് മുഴുവൻ എന്തായിരിക്കും? ആർ ഒ സി ആയിരിക്കും. ഇതൊക്കെ ആർ ഒ സി. ഇൻറ്റീരിയർ പോർഷൻ എന്തായിരിക്കില്ല? ദാറ്റ് ഡസൻറ്റ് ഇൻക്ലൂഡ് ഇത് ആർ ഒ സി. ഇതൊക്കെ എന്തായിരിക്കും? ആർ ഒ സി ആയിട്ട് മാറും. ആർ ഒ സി ഇത് ഇതിനകത്ത് വിടില്ല, ആർ ഒ സിക്കകത്ത് വരില്ല. ഈ ഏരിയ ഒന്നും എന്തിനകത്തേക്ക് വിടുന്നില്ല? ആർ ഒ സി ആയിട്ട് വരുന്നത്. ഇൻറ്റീരിയർ സർക്കിളിൻ്റെ ഇൻറ്റീരിയർ പോർഷൻസ് ഒരിക്കലും എന്തല്ല ആർ ഒ സി ആയിട്ട് വരില്ല. ആർ ഒ സി എന്തേ വരുള്ളൂ? എക്സ്റ്റീരിയർ പോർഷനിൽ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ. Next we can check anticosal infinite signal. The example find the set transform of ROC of the signal x of n which is equal to b raised to n into u of minus n. U of minus n എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്നൽ നോക്കി u of minus signal. U of n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം u of minus n and just opposite ആയിരിക്കും. ഇതാണ് സിഗ്നൽ എങ്കിൽ u of minus n. u of minus n പറയുന്നത് നമുക്ക് സംഭവിക്കാൻ നോക്കും. u of minus n ഡിഫൈൻ ചെയ്യാം. u of minus n equal to 1 when n less than or equal to 0, equal to 0 and greater than equal to 0. Then actually u of minus n അത് u of impulse തന്നെയാണ്. പക്ഷേ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറയാൻ പറ്റില്ല. യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ അത് u of minus n ആയിരിക്കും. u of n ആയിരിക്കണം. u of minus n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u of കഴിഞ്ഞിട്ട് എന്താണോ അതിനാൽ ഇപ്പം u of ഈ ബ്രാക്കറ്റിനകത്ത് 0 മുതൽ പോസിറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ എന്താവുള്ളൂ? ഇവിടെ 1 വരുള്ളൂ. ബാക്കി എല്ലാ കേസിലും എന്തായിരിക്കും? അതായത് ഇതിനകത്ത് നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ ഉടനെ എന്തായിരിക്കും? ഈ 0 ആയിട്ട് മാറും. ഇതിനകത്ത് 0 പോസിറ്റീവ് വാല്യൂ വരികയാണെങ്കിൽ മാത്രമേ ഇതെന്താവുള്ളൂ? 1 വരുള്ളൂ. ബാക്കി എല്ലാ കേസിലും അതെന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ആക്ച്വലി യൂണിറ്റ് സിഗ്നൽ. അപ്പോൾ u of minus എന്ന് പറഞ്ഞാൽ n-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും.
എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാലോ യു ഓഫ് മൈനസ് എൻ ആവരും, -1 ആവരും അല്ല, യു ഓഫ് -1 ആക്ച്വലി എന്താ 0 ആണ്. എന്നിന് 2 കൊടുത്തു കഴിഞ്ഞാലോ യു ഓഫ് -2 എന്നാ വരിക. യു ഓഫ് -2 ആക്ച്വലി എന്താണ് 0 ആണ്. അപ്പം എന്നിന് പോസിറ്റീവ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം എന്തായാലും മാറും, 0 ആയിട്ട് മാറും. എന്നിന് നെഗറ്റീവ് കൊടുക്കുകയാണെങ്കിലോ യു ഓഫ് -1 കൊടുക്കുകയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ -1 കൊടുക്കുകയാണെങ്കിലോ യു ഓഫ് മൈനസ് പ്ലസ് ആയി മാറും. അപ്പോൾ അതെന്തായിരിക്കും +1 ആയിട്ട് മാറും. പിന്നെ -2 കൊടുത്തു കഴിഞ്ഞാൽ +2 ആയിട്ട് മാറും. 3 കൊടുത്തു കഴിഞ്ഞാൽ -3 കൊടുത്തു കഴിഞ്ഞാൽ +3 ആയിട്ട് മാറും. അപ്പോൾ ഈക്വൽ ടു 1 എന്ന സാധനം ഇങ്ങനെ വന്നുകൊടുക്കും അല്ലേ. ദറ്റ് മീൻസ് നെഗറ്റീവ് സൈഡിൽ ഇതിന് എന്തുണ്ട്, വാല്യൂസ് ഉണ്ട്. പോസിറ്റീവ് സൈഡിൽ എന്തില്ല, അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇവിടെ മാത്രം ഇത് ഇൻഫിനിറ്റി വരെ എന്തായിരിക്കും 1 ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്തായിരിക്കും സാധനം 0 ആയിരിക്കും. എല്ലാ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് യു ഓഫ് മൈനസ് എന്താണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിഗ്നൽ നമ്മൾ B⁻n എന്ന് പറഞ്ഞ സിഗ്നൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ B⁻n വാല്യൂ എന്താണോ അത് എവിടെ മുതൽ എവിടെ വരെ ഉണ്ടാവുള്ളൂ, ഈ നെഗറ്റീവ് സൈക്കിളിൽ മാത്രമേ, ഐ മീൻ നെഗറ്റീവ് ആക്സിസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. പോസിറ്റീവ് സൈഡിൽ എന്തായിരിക്കും ഇത് 0 ആയിരിക്കും അതിൻ്റെ വാല്യൂ അല്ലേ. അപ്പോൾ ഇതാണ് യു ഓഫ് -n ആണ്. അപ്പോൾ യു ഓഫ് -n നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്തേ ഉണ്ടാവുള്ളൂ, നെഗറ്റീവ് സൈഡിൽ മാത്രമേ അതിന് എന്തുണ്ടാവുള്ളൂ, വാല്യൂസ് ഉണ്ടാവുള്ളൂ. സോ ഇത് എന്തായിട്ട് മാറും, ഒരു നെഗറ്റീവ് സൈഡഡ് സിഗ്നൽ, അതിന് നമ്മൾ പറയാം ആൻറ്റി കോസൽ സിഗ്നൽ എന്ന് പറയാം. ആൻറ്റി കോസൽ സിഗ്നലായിട്ട് മാറും വെച്ചാൽ എനിവേ നമുക്ക് സെറ്റ് ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. സെറ്റ് ആൻസർ ഓഫ് x of n equal to x of z, which is equal to sigma n is equal to -infinity to infinity x of n into z raised to -n. Okay, x of n എന്താ, which is equal to sigma n is equal to -infinity to +infinity. x of n ന്റെ വാല്യൂ എന്താ, B⁻n into u of -n, B⁻n into u of -n into z raised to -n. ഞാൻ ആക്ച്വലി സിഗ്നൽ പറയാം. സോ B⁻n into u of -n into z raised to -n, ഇതാണ് x of z എന്ന് പറഞ്ഞാൽ. ഇനിയാണ് നമുക്ക് നോക്കേണ്ടത് യു ഓഫ് -n എന്ന് പറയുമ്പോൾ യു ഓഫ് -n B⁻n ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ B⁻n വാല്യൂ എവിടെ മുതൽ എവിടെ വരെ ഉണ്ടാവുള്ളൂ, മൈനസ് സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് പോസിറ്റീവ് സൈഡിൽ എന്തായിരിക്കും അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും, നെഗറ്റീവ് സൈഡിൽ മാത്രമേ 0 വരെ -infinity ടു 0 വരെ അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. വാല്യൂ എന്തായിരിക്കും, യു ഓഫ് എന്നിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയതുകൊണ്ട് B⁻n into 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കും കിട്ടുക, നമുക്ക് B⁻n തന്നെയായിരിക്കും കിട്ടുക. സോ മാഗ്നിറ്റ്യൂഡ് B⁻n ഉം അതിന് വാല്യൂ എവിടെ മുതൽ എവിടെ വരെ ഉണ്ടാവുള്ളൂ, -infinity ടു +infinity. അപ്പോൾ നമുക്ക് എന്തായിട്ട് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു -infinity ടു 0 വരെ ഉണ്ടാവുള്ളൂ അല്ലേ, വാല്യൂ 0 വരെ ഉണ്ടാവുള്ളൂ. B⁻n into യു ഓഫ് എൻ എന്ന് കൊടുക്കേണ്ട -n കൊടുക്കേണ്ട കാര്യമുണ്ടോ, ഇല്ല. യു ഓഫ് n അങ്ങനെ വരുന്നത് കൊണ്ടാണ് ആക്ച്വലി എന്ത് കൊടുത്തിരിക്കുന്നത്, -infinity ടു 0 എന്ന് കൊടുക്കുന്നത്, ഇൻറ്റു z raised to -n. ഓക്കെ, ഇനി നമ്മൾ ഇതുവരെ പഠിച്ചത് -infinity ടു +infinity r⁻n എന്ന് പറഞ്ഞ സാധനമല്ല പഠിച്ചത്. നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, നമ്മൾ നേരത്തെ നോക്കിയ റിസൾട്ട് എന്തായിരുന്നു, നമുക്കറിയാവുന്ന റിസൾട്ട് തന്നെ സിഗ്മ n is equal to 0 to infinity r⁻n equal to 1/1 minus r എന്നാണ്. ഇത് 0 മുതൽ ഇൻഫിനിറ്റി ആകുന്ന സമയത്താണ്, അല്ലാതെ -infinity ടു 0 വരെ അല്ല. അപ്പം -infinity ടു 0 വരെ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ സൈൻ ചേഞ്ചിങ് റൂൾ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ സൈൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കുന്നത്, സിഗ്മ എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി ടു 0 മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്നുള്ളത് പകരം പ്ലസ് ഇൻഫിനിറ്റി ടു 0. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ സൈനൊക്കെ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. മൈനസ് എൻ ഇൻറ്റു സെഡ് റേസ് ടു എൻ ആയി വരും. മൈനസ് എൻ എന്നുള്ളത് ഇങ്ങനെയായിട്ട് വരും. ഓർ വി കൻ റീറൈറ്റ് സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ടു 0 എന്ന് പറഞ്ഞാൽ തന്നെയാണ് 0 ടു ഇൻഫിനിറ്റി തന്നെയാണ്. അപ്പം 0 ടു ഇൻഫിനിറ്റി ബി റേസ് ടു മൈനസ് എൻ ഇൻറ്റു സെഡ് റേസ് ടു എൻ വരും. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ബി റേസ് ടു മൈനസ് 1 ഇൻറ്റു സെഡ് റേസ് ടു 1 ഓൾ റേസ് ടു എൻ എഴുതാൻ പറ്റും. ഇതിപ്പോൾ ഏത് ഫോമാറ്റിലാണ്, സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ആർ റേസ് ടു എൻ എന്നൊരു ഫോമിലേക്ക് മാറി അല്ലേ. ഇസ് ഈക്വൽ ടു എന്താണ് 1/1 മൈനസ് ആർ അല്ലേ, 1/1 മൈനസ് ബി റേസ് ടു മൈനസ് 1 ഇൻറ്റു സെഡ് റേസ് ടു 1. ഇതാണ് ആക്ച്വലി ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊവൈഡഡ് എന്തായിരിക്കും, ഇങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, magnitude of b raised to minus 1 z raised to 1 less than 1 ആയിരിക്കണം. That means b z by b should be less than 1 ആയിരിക്കണം അല്ലേ. or z should be ലെസ് ദെൻ ബി ആയിരിക്കണം, ബിക്കകത്തായിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ROCയുടെ കണ്ടീഷൻ. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലോട്ട് ചെയ്തത്. അപ്പോൾ ഇത് ആക്ച്വലി എന്തായിട്ട് വരും, ഒരു സർക്കിൾ വരും. ആ സർക്കിളിൻ്റെ ROC എന്തായിരിക്കും നോക്കി നോക്കും. സപ്പോസ് ഒരു ഇത് വരയ്ക്കാനായിരിക്കാം, സർക്കിൾ വരയ്ക്കാനായിരിക്കും. സർക്കിൾ വരയ്ക്കുക. സർക്കിളിൻ്റെ ഇൻറ്റീരിയർ പോർഷൻ ആയിരിക്കും എന്ത്, സർക്കിളിൻ്റെ ഇൻറ്റീരിയർ പോർഷൻ ഫുൾ എന്തായിരിക്കും, ROC ആയിരിക്കും. ഈ പോർഷൻസ് മുഴുവൻ ROC ആയിരിക്കും. ROC ഓഫ് ദി ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, ഹലോ. നെക്സ്റ്റ് ഈസ് ROC ഓഫ് ടു സൈഡഡ് സീക്വൻസ്, ടു സൈഡഡ് ഇൻഫൈനൈറ്റ് സീക്വൻസ്. ഇതുവരെ നമ്മൾ ഈ രണ്ട് പോർഷൻസ് നമ്മൾ നോക്കിയത്, ഇതിന് തൊട്ട് മുമ്പുള്ള രണ്ട് പോർഷൻസ് നോക്കിയത്. ഒന്ന് ROC ഓഫ് പോസിറ്റീവ് സൈഡഡ് സീക്വൻസ്, അതിനെ കോസൽ സീക്വൻസ് എന്ന് പറയാം. പിന്നെ ROC ആൻഡ് സെറ്റ് ആൻഡ് സം ഓഫ് ആൻറ്റി കോസൽ സീക്വൻസ്, നെഗറ്റീവ് സൈഡിലുള്ള സീക്വൻസിലാണ്. ഇത് ടു സൈഡഡ് സീക്വൻസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ROC ഓഫ് ടു സൈഡഡ് സീക്വൻസ്. ടു സൈഡഡ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയൊക്കെയാണ് നിങ്ങൾക്ക് രണ്ട് സൈഡിലും എന്തുണ്ടാകും, സീക്വൻസസ് ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു പോർഷൻ നെഗറ്റീവ് സൈഡിലുള്ളതും ഈ ഒരു പോർഷൻസ് നമുക്ക് തരുന്നത് നെഗറ്റീവ് സൈഡിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻസ് നമുക്ക് തരുന്നത് പോസിറ്റീവ് സൈഡിലായിരിക്കും. എ റേസ് ടു എൻ ഇൻറ്റു യു ഓഫ് എൻ ആണ് പോസിറ്റീവ് സൈഡിലെങ്കിൽ ബി റേസ് ടു എൻ ഇൻറ്റു യു ഓഫ് മൈനസ് എൻ ആണ് നമുക്ക് ഏതിൽ തരുന്നത്, നെഗറ്റീവ് സൈഡിൽ തരുന്നത്. സോ രണ്ട് സൈഡിലും സിഗ്നലുണ്ട്. സോ ഇൻഫൈനൈറ്റ് സീക്വൻസ് ആണ്. ഇതെങ്ങനെയാണ് നമുക്ക് കാണാം. സെറ്റ് ആൻഡ് സം ഓഫ് x of n which is equal to x of z, capital Z ആണ്, equal to sigma
n equal to minus infinity to infinity x of n into z raised to minus n അല്ലേ? എക്സ് ഓഫ് എൻ എന്താ? സിഗ്മ n equal to minus infinity to infinity x of n എന്താ? a raised to n into u of n plus e raised to n into u of minus n into z raised to minus n. ഇത് ആക്ച്വലി എന്താ? ഇത് എക്സ് ഓഫ് എൻ ആണ് അല്ലേ? ഇത് കംപ്ലീറ്റ് എക്സ് ഓഫ് എൻ ഇൻറ്റു സെറ്റ് റേസ്ഡ് ടു മൈനസ് എൻ. ഇത് നോക്കി നോക്കൂ, യു ഓഫ് എൻ എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി എവിടെ മുതൽ എവിടെ വരെ നമുക്ക് തരുന്നത്? ഇത് നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് അപ്പ് ചെയ്യാം അല്ലേ? ഈ ഒരു സാധനത്തിന് എങ്ങനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്യാം? സിഗ്മ n equal to minus infinity to infinity a raised to n into u of n into z raised to minus n plus sigma n equal to minus infinity to infinity b raised to n into u of minus n into z raised to minus n. ഇത് നമുക്കറിയാം. എന്ത് നമുക്കറിയാം? ഇറ്റ് ഈസ് ഈക്വൽ ടു ഇത് യു എഫ് എന്ന് പറഞ്ഞ സാധനം എവിടെ മുതൽ എവിടെ വരിക? 0 to infinity വരെയാണ് അല്ലേ? സിഗ്മ n ഈക്വൽ ടു 0 to infinity a raised to n into z raised to minus n plus sigma n equal to minus infinity to 0 b raised to n into u of minus n വേണ്ട, എന്താണ് b raised to n into z raised to minus n എഴുതാൻ. z raised to minus n അല്ലേ? ഇതെങ്ങനെ മോഡിഫൈ ചെയ്യും? മോഡിഫൈ ചെയ്യുന്നത് is equal to sigma n is equal to 0 to infinity a raised to 1 into z raised to minus 1 all raised to n plus എന്ത് ചെയ്താലും sigma n is equal to 0 to infinity b raised to minus n വരില്ലേ അല്ല? b raised to minus 1 into z raised to 1 all raised to n എഴുതാം. സോ ഇതെന്തായിട്ട് വരും? 1/1 minus a into z raised to minus 1 plus 1/1 minus b raised to minus 1 into z raised to 1. ഇതാണ് ആക്ച്വലി എന്ത് ആൻസർ എന്ന് പറയുന്നത്. പ്രൊവൈഡഡ് ഇതിൻ്റെ സ്ഥിതിയോ ഈ ഒരു പോർഷൻസിൻ്റെയും ഈ രണ്ട് പോർഷൻസിൻ്റെ അല്ലേ? ഇതിൻ്റെ കണ്ടീഷൻസ് എന്താണ്? a by z should be less than z, മറ്റേതാണെങ്കിൽ z by b should be less than z. അപ്പം എയും ബിയും ഒരു സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ സെഡ് എന്തായിരിക്കണം? എക്ക് വെളിയിലായിരിക്കണം. ബി എന്ന് പറയുന്ന സാധനം എന്തായിരിക്കണം? ബി എന്ന് പറയുന്ന സംഭവം എന്തായിരിക്കണം? സെഡ് എന്തായിരിക്കണം? ബിക്ക് വെളിയിലായിരിക്കണം അല്ലേ? സെഡ് എന്ന് പറഞ്ഞാൽ എക്ക് വെളിയിലായിരിക്കണം, മറ്റത് ബിക്ക് വെളിയിലായിരിക്കണം. സപ്പോസ് എയും ബി ഒരു റിംഗ് ആണെന്ന് വയ്ക്കാം. മൈനസ് സെറ്റല്ല, -1 ആണ്. ചെറിയ തെറ്റ് കിട്ടി.
ലെസ് ദാൻ 1 ലെസ് ദാൻ 1. അതായത് സെറ്റ് ഷുഡ് ബി ലെസ് ദാൻ ബി എന്നും ഇവിടെ എന്തായിരിക്കും സെറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എ എന്ന കാര്യം. എനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം, പക്ഷേ ബിനേക്കാളും ലെസ് ദാൻ ആയിരിക്കണം. അപ്പോൾ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു സർക്കിളാണെന്നുണ്ടെങ്കിൽ റേഡിയസ് എ ആണെന്നായിരിക്കും. റേഡിയസ് എ ആണ്. എനേക്കാളും ഗ്രേറ്റർ വാല്യൂ ആണ് ബി എങ്കിൽ ഇത്രയും റേഡിയസ് ബി ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എ. അപ്പോൾ എയുടെ എക്സ്റ്റീരിയർ പോർഷനിലാണ് അല്ലേ സെറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എ. അപ്പോൾ എയുടെ എക്സ്റ്റീരിയർ പോർഷനാണ്. അതേപോലെ തന്നെ സെറ്റ് ഷുഡ് ബി ലെസ് ദാൻ ബി, ബിയുടെ ഇൻറ്റീരിയർ പോർഷനാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ പോർഷനായിരിക്കും എന്ത് ROC. ഈ ഇൻറ്റീരിയർ പോർഷൻ മാത്രമായിരിക്കും ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെന്നുണ്ടെങ്കിൽ. ഈ ഇൻറ്റീരിയർ പോർഷൻ ആയിരിക്കും എന്ത് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആവുകയാണെങ്കിൽ. എ ലെസ് ദാൻ ബി ആണെന്നുണ്ടെങ്കിലും എക്ക് വെളിയിലായിരിക്കും. മനസ്സിലായില്ലേ? കണ്ടീഷൻസ് വരെ ആയിരിക്കും. എ ലെസ് ദാൻ ബി ആണെങ്കിൽ ഇങ്ങനെ ഒരു ഇൻറ്റീരിയർ പോർഷൻ ആയിരിക്കും. ഇത് മനസ്സിലായാൽ നിങ്ങൾക്ക് ROC എന്ന് പറഞ്ഞ സാധനം എപ്പോഴും ഒരു റിങ്ങോ ഒരു സർക്കിളോ ആയിരിക്കും. ഇതിനകത്ത് ROC കാണുന്ന ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പോസിറ്റീവ് സൈഡഡ് സീക്വൻസിൻ്റെ കണ്ടു, നെഗറ്റീവ് സൈഡഡ് സീക്വൻസിൻ്റെ കണ്ടു, 2 സൈഡഡ് സീക്വൻസിൻ്റെയും ഇൻഫൈനൈറ്റിൻ്റെ നമ്മൾ കണ്ടു. ഇൻഫൈനൈറ്റ് സിംഗിൾ സൈഡഡിനെ കണ്ടു, അത് തന്നെ പോസിറ്റീവ് നെഗറ്റീവ് കണ്ടു. ഇൻഫൈനൈറ്റ് 2 സൈഡഡ് സീക്വൻസിൻ്റെയും കണ്ടു, അത് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് കണ്ടു.